ഇരിങ്ങാലക്കുട രൂപതയുടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇന്ന് സമാരംഭിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമുക്കേറെ ആദരണീയനായിട്ടുള്ള അപ്പസ്തോലികൻ നുൻസിയോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം പിതാവേ, വേദിയിലിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ആപ്തവാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക്. നമുക്കെല്ലാവർക്കും ഒന്ന് ഏറ്റുപറഞ്ഞാലോ? ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക്. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. കാരണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പൊസഷൻ, ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ സമ്പത്ത് അത് ദിവ്യകാരുണ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായിട്ട് പുറത്തിറക്കിയ ദിവ്യകാരുണ്യത്തിൻ്റെ സഭ എന്നുള്ള പ്രമാണരേഖയിൽ ഇപ്രകാരം പറയുന്നത്: The Eucharist is the most precious possession which the church can have in your journey through history. നാളിതുവരെയുള്ള സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം സഭയുടെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് അത് വിശുദ്ധ കുർബാനയാണ്. കാരണം വിശുദ്ധ കുർബാനയിൽ സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും, അതായത് ജീവദായകമായ അപ്പമായ ക്രിസ്തു തന്നെ സന്നിഹിതനാണ്. ഈ വിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യത്തില് ക്രിസ്തു തന്നെ സന്നിഹിതനാണ്. ക്രിസ്തു തന്നെയായ വിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ, സഭയുടെ ഏറ്റവും വലിയ നിധിയും സമ്പത്തും. ഇത് വിളിച്ചോതുന്ന ഏറ്റവും പരമമായിട്ടുള്ള അവസരമാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ആന്തരിക നവീകരണത്തിന്റെയും ശാക്തീകരണത്തിന്റെയും പുതിയ പാതകള് ഈ ആധുനിക കാലഘട്ടത്തില് സഭയിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. അത് വ്യക്തി ജീവിതത്തിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു, കുടുംബങ്ങളിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു, ഇടവകകളിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു, രൂപതയിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു, സഭയിൽ മുഴുവനും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആന്തരിക നവീകരണത്തിന്റെയും ശാക്തീകരണത്തിന്റെയും പുതിയ പാതകള് വെട്ടിത്തുറക്കുവാൻ നമ്മെ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് സഹായിക്കണം. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വീണ്ടും പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 1946 നവംബർ 2 ക്രാക്കോവിലെ വാവൽ കത്തീഡ്രലിൽ അർപ്പിച്ച പ്രഥമ ബലിക്ക് ശേഷം അദ്ദേഹം ഈ പ്രമാണരേഖ പുറത്തിറക്കുന്നവരെയുള്ള 57 വർഷം ദിവ്യബലി അർപ്പിച്ചതിന്റെ അനുഭവം, അതിൽ നിന്ന് ശക്തി സ്വീകരിച്ചതിന്റെ അനുഭവമാണ് താൻ വൈദികൻ എന്ന നിലയ്ക്ക്, മെത്രാൻ എന്ന നിലയ്ക്ക്, മാർപ്പാപ്പ എന്ന നിലയ്ക്ക് തൻ്റെ അജപാലന ശുശ്രൂഷയ്ക്ക് കരുത്ത് നൽകിയതും ശക്തി പകർന്നു കൊടുത്തതും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് വിശുദ്ധ പത്രോസ് ശ്ലീഹ ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തില് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്ന ഡിസ്കോഴ്സിന്റെ അവസാനം ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും എന്നെ വിട്ടു പോകണമെന്നുണ്ടോ? അപ്പോഴ് പത്രോസ് ശക്തമായിട്ട് പറയുന്നുണ്ട്, ലോർഡ്, ടു whom shall we go? You have the words of eternal life. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിന്റെ അരികിലാണ് നിത്യതയുടെ വചനങ്ങള്, നിന്നിലാണ് നിത്യതയുടെ ശക്തി. ആ ശക്തി ആവോളം അനുഭവിച്ചവരാണ് ഞാനും നിങ്ങളും. ഞാനൊരു കാര്യം ഏറ്റുപറയട്ടെ, എൻ്റെ ബലഹീനതയില്, എൻ്റെ
ശക്തി അത് കർത്താവിന്റെ വിശുദ്ധ കുർബാനയിലാണ്. ഞാൻ വൈദികൻ എന്ന നിലയ്ക്ക്, മെത്രാൻ എന്ന നിലയ്ക്ക് അർപ്പിച്ച ബലികളിൽ നിന്നും ഞാൻ നേടിയ കരുത്താണ് എൻ്റെ ജീവിതത്തിന്റെ അജപാലന ശുശ്രൂഷയില് എനിക്കിന്നോളം എന്നെ നയിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ രഹസ്യം. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ക്രിസ്തുവിന്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ശരീരം അത് വിശുദ്ധ കുർബാനയാണ്. ക്രിസ്തുവിന്റെ ശരീരം അത് സഭയാണ്. സഭയെ പരിപോഷിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയില്ലാതെ സഭയില്ല. വിശുദ്ധ കുർബാനയില്ലാതെ കത്തോലിക്ക ജീവിതമില്ല, ക്രൈസ്തവ ജീവിതമില്ല. ഞാൻ അർപ്പിക്കുന്ന ബലികളിൽ നിന്നും കിട്ടുന്ന കരുത്താണ് എൻ്റെ ജീവിതമെന്ന് പ്രഘോഷിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്. സഭയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയാണ് സഭയെ പരിപോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ലെറ്റ് us have an art of prayer. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രാർത്ഥനയുടെ കല രൂപപ്പെടുത്തണം. എങ്ങനെ? We have to make the spiritual converse with Jesus Christ in the Eucharist. വിശുദ്ധ കുർബാനയുമായിട്ട്, ഈശോയുമായിട്ട് സംവാദിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ശാന്തമായിട്ട് അവിടുത്തെ ആരാധിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ അവിടുത്തെ തിരുമുമ്പിൽ അർപ്പിക്കുന്ന ബലികളിൽ ഈശോയെ സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനെ ഒരു പുതിയ പ്രാർത്ഥനയുടെ, വിശുദ്ധ കുർബാനയുടെ ഒരു കല രൂപപ്പെടുത്തണം. നമ്മുടെ രൂപതയിൽ നിന്നുള്ള വിശുദ്ധാത്മാക്കള്, വിശുദ്ധ മറിയം ത്രേസ്യയാകട്ടെ, വിശുദ്ധ എഫ്രാസ്യ അമ്മയാകട്ടെ, ധന്യനായിട്ടുള്ള വിധേയത്തിലെ അച്ഛനാകട്ടെ, ധന്യനായിട്ടുള്ള ഊക്കനച്ഛനാകട്ടെ, ദൈവദാസനായിട്ടുള്ള കനീസ്യൂസ് അച്ഛനാകട്ടെ, ദൈവദാസനായിട്ടുള്ള തച്ചുപറമ്പ് അച്ഛനാകട്ടെ, അവരെല്ലാവരും വിശുദ്ധ കുർബാനയുടെ ഉപാസകരായിരുന്നു. അതുകൊണ്ടാണ് അഭിമന്യനായിട്ടുള്ള ജെയിംസ് പിതാവ് ആവർത്തിച്ച് തന്നെ കാണുന്നവരോടൊക്കെ പറഞ്ഞ്, ട്രസ്റ്റ് ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ആൻഡ് ഗോ എഹെഡ് ഇൻ ഓൾ കോൺഫിഡൻസ്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക, ധീരതയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. വിജയം നമ്മുടേതാണ്. ഈ ആശ്രയ മനോഭാവം അനുദിനം നമുക്ക് ഏറ്റുപറയണം. അതുകൊണ്ടാണ് കനിയൂസ് അച്ഛൻ പറഞ്ഞത്, ദൈവഹിതം അതുമാത്രം, അത് മുഴുവനും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റും. അതിന് കരുത്ത് കിട്ടിയത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ആന്തരിക നവീകരണത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും നവമായിട്ടുള്ള പാതകൾ തുറക്കുവാൻ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അവിടുന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിധി എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഒന്നായി, ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. സഭയിൽ ശക്തി കണ്ടെത്തി, സഭയിൽ ക്രിസ്തുവാകുന്ന ശിരസിനോട് ചേർന്ന് നിന്ന് ഈശോയുടെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ജീവിതത്തിൽ നല്ല സന്തോഷം നമുക്ക് നേടാം, നല്ല സമാധാനം നേടാം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിന് വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.